ഹായ് എവരി വൺ, ശിവദം ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് മൈൻഡിലിരിക്കാൻ ശ്രമിക്കുക. ഒരു ഡീപ്പ് ബ്രീത്തിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇതൊരു കലക്റ്റീവ് റീഡിംഗ് ആണ്, ഇതൊരു ഗൈഡൻസ് മാത്രമാണ്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, അവർ ഇത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളിലേക്ക് എന്താണ് വരാൻ പോകുന്നത്? അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളിലേക്ക് എന്താണ് വരാൻ പോകുന്നത്? നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളിലേക്ക് എന്താണ് വരാൻ പോകുന്നത്? നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്താണെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഓവറോൾ എനർജി വന്നിട്ടുള്ളത് ഒരു ജഡ്ജ്മെൻ്റാണ്. അപ്പോൾ ജഡ്ജ്മെൻ്റ് ആകുമ്പോൾ എന്താണ്? ഒരു വേക്കപ്പ് കോളാണ്. ഈ റീബർത്ത്, സക്സസ്, ഇന്നർ ഫീലിംഗ്, റെസൊല്യൂഷൻ, ന്യൂ ബിഗിനിങ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ എന്തോ ഒരു കാര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാമാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തെല്ലാമാണ് വേണ്ടാത്തത് എന്നൊക്കെ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 6 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 6 ഓഫ് വാണ്ട് വന്നിട്ടുള്ളത്? ഈ മൂൺ കാർഡാണ് 6 ഓഫ് വാണ്ടിന്. ഇത് ഇതിൽ ഷഫിൾ ചെയ്തോ വീണതാണ്. മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നത് ഒരു 6 ഓഫ് വാണ്ടും ഒരു മൂൺ കാർഡിൻ്റെ എനർജി ക്ലാരിഫൈ ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ സ്നേഹവും എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിങ്ങിലാണെന്നാണ് കാണുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും വിഷമഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് വരാനാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ ആർക്കും തടയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവർ മനസ്സിലിപ്പോൾ ചിന്തയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പൂർണ്ണമായും നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റൊന്നിനാവില്ല എന്നൊക്കെ അവർക്ക് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് അവർക്കിപ്പോൾ ഉള്ളത്. പക്ഷേ ആ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ഇത്രയും നാളും നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മൂൺ കാർഡിൽ അതാ പറയുന്നത്. അപ്പോൾ മറച്ചു വെച്ചത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി പോകാനും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാനും കാരണം. പക്ഷേ നിങ്ങൾക്ക് 2 പേർക്കും ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം എത്ര അകന്നു നിന്നാലും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒന്നായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അതെല്ലാ ബന്ധവും പോലെയല്ല നിങ്ങളുടെ ബന്ധം. അത് ദൈവമായിട്ട് കൂട്ടിച്ചേർത്ത ഒരു ബന്ധമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിട്ട് നിൽക്കാൻ കഴിയില്ല. 2 പേർ 2 സ്ഥലത്താണെങ്കിലും മനസ്സുകൊണ്ട് 2 സ്ഥലത്താണെങ്കിലും എന്തോ ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ, ആ ഒരു സോൾ കണക്ഷൻ ആയിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ട് ദൂരെ പോയാലും നിങ്ങൾ എന്തായാലും ഒന്ന് ചേരും എന്നുള്ളതാണ് കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുള്ളത് എന്നൊക്കെ പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുള്ളത്? 2 കാർഡാണ് കിട്ടിയതെന്ന്. 2 ഓഫ് കപ്പും 10 ഓഫ് വാണ്ടും. നൈറ്റ് ഓഫ് വാണ്ട് 3 എണ്ണമായി. അപ്പം നൈറ്റ് ഓഫ് വാൺസ്, 10 ഓഫ് വാൺസ്, 2 ഓഫ് കപ്പ്. അപ്പോൾ 10 ഓഫ് വാൺസിൽ പറയുന്നത് ഈ പേഴ്സണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ആൾ കടന്നു പോകുന്നത്. അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല, അതിനുള്ള ഒരു സാഹചര്യവുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മൂവ് ഓൺ ചെയ്തു പോകാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാ ഉത്തരവാദിത്തം, ഒരു കുടുംബത്തിൻ്റെ ഭാരം എല്ലാം ഇയാൾ തലയിൽ ഏറ്റി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ
പേഴ്സണെ നിങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം, അപ്പോൾ അങ്ങനെ തടഞ്ഞു വെച്ചതായിരിക്കും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ചിലപ്പോൾ പേരൻസ് ആവാം തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ട് കാണും, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്താ ബ്ലാക്ക് മാജിക് പോലുള്ള എന്തെങ്കിലും സംഭവം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തടഞ്ഞു വെച്ചതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അവർക്ക് അവിടുന്ന് മൂവ് ഓൺ ചെയ്ത് വരാൻ നിങ്ങളുടെ വരാൻ പറ്റുന്നില്ല എന്ന് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ പേരൻസ് തടഞ്ഞു വെച്ചതാകാം. അപ്പോൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. നെഗറ്റീവ് വേറെ എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങൾ, അത് ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളാകാനും സാധ്യതയുണ്ട്. ഇപ്പം ജോലി സ്ഥലത്താണെങ്കിൽ തന്നെയും ഒരു ഉയർന്ന ജോലിക്കാർ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഓഫീസിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഇവരെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് പോരാൻ പറ്റാത്ത വിധത്തിൽ അവരവിടെ കൂടി, ഇപ്പോൾ ദൂരസ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് വരാൻ പറ്റാത്ത വിധത്തിൽ എന്തോ ഒരു സാഹചര്യത്തിൽ പെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് വരാൻ പറ്റാത്ത അവസ്ഥ, പേരൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെ എക്സ്ട്രാ മാരീഡ് അഫെയർ അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു പിടിച്ചു വെച്ച ഒരു അവസ്ഥയാണ്, അവിടുന്ന് വരാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. പക്ഷേ ഈ പേഴ്സൺ എല്ലാ പ്രതിസന്ധികളെയും വെട്ടിമാറ്റാനുള്ള കരുത്തും ശക്തിയൊക്കെ ഈ പേഴ്സൺ ഉണ്ടെന്ന് അയാൾക്ക് അറിയാം. പക്ഷേ ഇതുവരെ അവരെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുവരെ മറ്റുള്ളവരെ ഒന്ന് വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർ ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ച് നിന്നിട്ടുണ്ടാവും. ആ പ്രശ്നങ്ങളും ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, കുടുംബം എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതുവരെ അവർ സഹിച്ച് നിൽക്കുകയാണ്, ഈ ഭാരങ്ങളെല്ലാം ചുമന്ന് സഹിച്ച് നിൽക്കുക. ഇപ്പം അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെയൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി സ്വന്തം കാര്യം നോക്കാഞ്ഞാൽ ശരിയാവില്ല, എല്ലാം വെട്ടി മാറ്റി മുന്നോട്ട് പോകണം എന്നാണ് അവർ ചെയ്തത്. മറ്റുള്ളവരെ വേദനിക്കും വിഷമിക്കുന്നു വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവർക്ക് ഇപ്പോൾ ഇനി മുന്നോട്ട് പോയേ മതിയാവും, ആ ഒരു അവസ്ഥയിലാണ് അവർക്ക് ജീവിക്കണം, എല്ലാവരെയും പോലെ അവർക്കും ഒരു നല്ല നിലയ്ക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പം രണ്ട് ഹൃദയങ്ങൾ കൈമാറുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ പിന്നെ ഒരു ബിസിനസ് ആയിരിക്കും, അപ്പോൾ പാർട്ട്ണർഷിപ്പ് രണ്ട് പേർ തമ്മിൽ ഒന്നിക്കുന്നതായിട്ട് കാണുന്നത്. പിന്നെ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ പ്രണയം തുടങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ റീയൂണിയൻ സംഭവിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങളെ വിട്ടിട്ട് പോയ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനും ചാൻസ് ഉണ്ട്. അടുത്ത് വന്നത് ഒരു കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കിങ് ഓഫ് വാൺസ് വന്നിട്ടുള്ളത്? 2 ഓഫ് വാൺസ് ആണ് വന്നത് കിങ് ഓഫ് വാൺസിന്. അപ്പോൾ ഒരു കിങ് ഓഫ് വാൺസും 2 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് വാൺസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും നാൾ മറ്റുള്ളവരെ വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യാതെ ഇരുന്നതാണ് അവർ. അപ്പോൾ അവരുടെ പ്രവൃത്തി മൂലം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകും എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർ ഒന്നും ചെയ്യാതിരുന്നത്, എല്ലാ പ്രശ്നങ്ങളും അവർ സ്വന്തം സഹിച്ച് നിന്ന്, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ 10 ഓഫ് വാൺസിൻ്റെ എനർജിയിലും 9 ഓഫ് വാൺസിൻ്റെ എനർജിയിലൊക്കെ അതുകൊണ്ടാണ് അവർ ഇത്രയും നാളും മിണ്ടാണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും വിഷമിപ്പിക്കുക, കുടുംബത്തിലെ ആളുകളാണെങ്കിലും കൂടെയുള്ള ആൾ ആരെയാണെങ്കിലും വിഷമിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് എല്ലാ വേദനയും ഇയാൾ സഹിച്ച് ജീവിച്ച്. അപ്പോൾ ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയെന്നാണ് കാണുന്നത്. അപ്പോൾ കാരണം പാസ്റ്റിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എപ്പോഴാണ് അവർക്ക് ബോധം വന്നത് പിന്നെ ഇപ്പം ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്നുള്ളത് അവർക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. അപ്പോൾ അവരുടേതായ പവറിലേക്ക് അവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ അവർക്ക് സന്തോഷം മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ തട്ടി മാറ്റി പോയാൽ അവർക്ക് ജീവിതത്തിലേക്ക് സന്തോഷമാണ് വരുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവർ പുതിയ വഴികൾ തുറക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു കോൺഫിഡൻസോടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രഗിളിങ് ആയി ഇത്ര നാൾ അനുഭവിച്ചെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് എബ്രോഡൊക്കെ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മറ്റു ചിലർക്ക് ഒരു പാർട്ട്ണറുടെ അടുത്തേക്കൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പാർട്ട്ണറുടെ അടുത്തേക്ക് പോകാനോ അല്ലെങ്കിൽ പാർട്ട്ണറുമായി ഒരു മീറ്റപ്പിനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ലോകം നിങ്ങളാണ് എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാണ് അവരുടെ ലോകം, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് 2 ഓഫ് വാൺസിൽ കാണുന്നത്. ഫ്യൂച്ചർ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുക ഇവർ. അടുത്ത് വന്നിട്ടുള്ളത് ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജി. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് കപ്പ് വന്നിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്.
പേജ് ഓഫ് കപ്പിൽ ടവറും ഫുൾ കാർഡാണ് വന്നത് ടവറും ഒരു പേജ് ഓഫ് കപ്പ് ഫുൾ കാർഡ് ടവർ. അപ്പോൾ പേജ് ഓഫ് കപ്പിൽ പറയുന്നത് അന്ന് ഈ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയ ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് കാണാനൊന്നും അവർ തയ്യാറായില്ല. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇത് കോൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇട്ടേച്ച്. അപ്പോൾ അന്ന് അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കാത്തതാണ് ഇപ്പോൾ അവർക്കുള്ള വിഷമം. അന്ന് ഇത് നോക്കിയിട്ട് റിലേഷൻഷിപ്പ് ഇങ്ങനെ ആവുമെന്ന് പിന്നെ അവർ വിചാരിച്ചില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും അവരിലേക്ക് ചെല്ലൂ, എന്ത് തന്നെ അവർ ചെയ്താലും അതൊക്കെ മറന്നു കണ്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് വിചാരിച്ച് എത്ര നിങ്ങളെ താഴ്ത്തി കെട്ടിയാലും ആദ്യമൊക്കെ നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളെ സ്റ്റാൻഡിൽ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഇപ്പോൾ അവർക്ക് പറ്റിയ അബദ്ധം. എന്ത് വിളിച്ച് പറഞ്ഞാലും നിങ്ങൾ അവരുടെ മുന്നിൽ ചെന്നിട്ട് അപ്പോൾ നിങ്ങളെ മുന്നിൽ ആളാവാന്നുള്ള ഒരു പ്രതീക്ഷ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അവർ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങളിലേക്ക് വരും, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടാവും. പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നെയും നന്നായി, പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകും, പിന്നെയും നന്നായി. അപ്പോൾ ഇതും അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായി അവരിൽ നിന്ന് വിട്ടു പോകുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ചില ആളുകൾക്ക് ഇത് ഒരു റൊമാൻറ്റിക് ഓഫറായിട്ടാണ് കാണുന്നത്, ഒരു ഓഫറുമായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ റൊമാൻറ്റിക് ചിലർക്ക് ഇത് രണ്ടുപേരും ഒരാളെ ചൂസ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ ആരെങ്കിലും ഒരാളെ ആരെയാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് സഡൻലി ചേഞ്ച് വരുന്നതായിട്ടാണ് ടവർ വന്നിട്ട് 3 കാർഡാണ് ഇതിൻ്റെ കൂടെ വീണത്. സഡൻലി ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്രതീക്ഷിതമായിട്ട് എന്തോ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നന്മയ്ക്കായിട്ടുള്ളതാണെന്നാണ് ഫുൾ കാർഡ് പറയുന്നത്. ഒരു പുതിയ വെളിച്ചം, പുതിയ പ്രകാശം, പുതിയ പ്രതീക്ഷയോടെ നിങ്ങളിലേക്ക് എന്തോ അപ്രതീക്ഷിതമായിട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒക്കെ ഒരു പുതിയ തുടക്കം, എല്ലാത്തിനും ഒരു പുതിയ തുടക്കമായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത് വന്നതൊരു ക്യൂനോസോഡിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ക്യൂനോസോഡ് വന്നിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ക്യൂനോസോഡ് വന്നിട്ടുള്ളത്? ഇത് ലവേഴ്സ് കാർഡാണ്. ഇതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ല കാർഡൊന്നും. ഒരു ക്യൂനോസോഡ്സ് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്യൂനോസോഡ്സിൽ പറയുന്നത് ഒന്നുകിലൊരു സിംഗിൾ പാരൻ്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ലേഡി. അപ്പോൾ ഈ പേഴ്സണെ അടക്കി ഭരിക്കാൻ കഴിവുള്ള ഒരു ആളെ കൂടെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ, കൺട്രോൾ അവരുടെ കീഴിൽ വരുത്താനുള്ള ഒരു സാമർഥ്യം, ഒരു തന്ത്രം മെനയാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അപ്പോൾ അത്രയും ഇങ്ങനത്തെ ഒരു സ്ട്രോങ് ആയ ആളെ കൂടെയാണ് അവർ നിൽക്കുന്നത് പറയുക. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അപ്പോൾ ഈ പേഴ്സണുമാർ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അത് ആദ്യമൊക്കെ ഇവരെ കൂടെ നിന്നപ്പോൾ പാരൻസിൻ്റെ കൂടെയാണ്, പാരൻസ് അല്ലേ എന്നുള്ള വിചാരിച്ച് ആ സ്നേഹത്തോടെ നിന്നിട്ടുണ്ടാവും. അതേ മറ്റുള്ളവരുടെ കൂടെയാണെങ്കിലും താൽക്കാലികമായ സ്നേഹത്തിൽ അവർ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അന്നേരം ഒന്നും ഇവർക്ക് അത്ര ഒരു വലിയ പ്രശ്നം തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ കൂടെ നിന്നപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ഇവരായിട്ട് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും ഇവരെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രതീക്ഷക്കൊത്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ആ ഒരു വിഷമം അവർക്ക് നന്നായിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. അപ്പോൾ അവരിൽ നിന്നും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. ഇതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റിയ ആൾക്കാരാണെന്നാണ് കാണുന്നത്. ഇപ്പോൾ ലവേഴ്സ് കാർഡിലും പറയുന്നത് തന്നെയാണ്, ഈ തേർഡ് പാർട്ടിയുടെ കൂടെ ഉള്ള ജീവിതം എന്ന് പറയുന്നത് അവർക്കൊരു കെട്ടിയിട്ട അവസ്ഥയാണ്. അവരുടെ കൂടെ പോയാലും ഒരു കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു അവിടെ നിന്നത്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളെടുത്ത് നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് ചിലരെ കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് പുറത്തേ കിടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ വരണം, അതാണ് ലവേഴ്സ് കാർഡ് വന്നത്. സ്നേഹത്തോടെ വരണം, നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു ദൈവാനുഗ്രഹത്തോട് കൂടി ഇവിടെ ഈ 2 ഓഫ് കപ്സിൻ്റെ എനർജി അതിലൊക്കെ പറയുന്ന ഒരു ദൈവാനുഗ്രഹത്തോട് കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും അവർക്കൊരു റിയൂണിയൻ എന്തായാലും ഉണ്ടാവും. അല്ലാത്തവർക്കാണെങ്കിൽ ഒരു മാരേജിലൊക്കെ എത്തുന്നു. കുറേ കാലം കൊണ്ടുള്ള പ്രണയമാണെങ്കിൽ ഒരു ഫാമിലിയുടെ കൂടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് വിവാഹം നടക്കുന്നതായിട്ട് ഒരുമിച്ച് ജീവിക്കാനൊക്കെ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്.
അടുത്ത് വന്നതൊരു സ്ട്രെങ്ത് കാർഡാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുള്ളത് നോക്കാം. 9 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് സ്ട്രെങ്ത് കാർഡിന് വന്നത്. 9 ഓഫ് വാൺസ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത് ചില കാർമികമായ റിലേഷൻഷിപ്പിൽ പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തിറങ്ങാൻ, ഇപ്പോൾ ചിലപ്പം ഒരു തമാശയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ പിന്നെ പുറത്തിറങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പെട്ടുപോയാൽ അതിൽ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുന്നുണ്ടാകും. അങ്ങനെ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അതിജീവിച്ച് എല്ലാ സ്ട്രെങ്ത്തോടും കൂടി പുറത്തിറങ്ങുന്നുണ്ടെന്ന് കാണുന്നത്. ദൈവമായിട്ട് കുറേ ആളുകളെ പുറത്തിറക്കാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ പല ആളുകളും, നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയങ്ങളുണ്ട്, ഒരുപാട് കാലം നമ്മൾ അപ്പോൾ ജീവിതത്തിലൂടെ പല ആളുകളും കടന്നു പോകും. അപ്പോൾ പല ആളോട് നമുക്ക് കുറച്ച് സ്നേഹവും അടുപ്പമൊക്കെ നമ്മൾ കൂടെ നിൽക്കുന്ന ഇടപഴകുമ്പോൾ അത് കുറച്ച് സ്നേഹവും അടുപ്പമൊക്കെ തോന്നും. പക്ഷേ അതെല്ലാം ഒരു ടൈം പീരീഡിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് എല്ലാം അവർ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ടൊക്കെ എല്ലാം വിട്ടുപോകും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രണയം എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് നിലനിൽക്കുന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും അത് ആർക്കും പിരിക്കാൻ പറ്റില്ല എന്നാണ് കാണുന്നത്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്നാണ് കാണുന്നത്. അപ്പം 9 ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ ഇനിയും കുറച്ചുകൂടെയൊക്കെ ഒരു സ്ട്രഗിളിങ്ങിലൂടെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ എൻഡാവും. അപ്പോൾ അത് എൻഡായെങ്കിൽ മാത്രമേ ഒരു പുതിയ ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്നാണ് കാണുന്നത്. അപ്പോൾ അത് എൻഡാകാൻ അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ ഈ സ്ട്രഗിളിംഗ് ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിലേ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒന്നില്ലാതെ ഒരു ജീവിതം ഇങ്ങനെ ജീവിച്ചു പോയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയൊക്കെ കടന്നു പോയി ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായാലേ ജീവിതം എന്താണെന്ന് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിളിംഗ് ആണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അടുത്ത് വന്നതൊരു വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് പിന്നെ വേറെ ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കാം എന്താണ്. 5 ഓഫ് കപ്പാണ്. 5 ഓഫ് കപ്പിൻ്റെ എനർജി പറഞ്ഞാൽ സാഡ്നെസ് ആണ്. ഈ 5 ഓഫ് കപ്പിൻ്റെ എനർജി പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾക്ക് സമ്പാദ്യം നഷ്ടപ്പെട്ട ആളുകളുണ്ടാവും, റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട ആ ഒരു വിഷമം താങ്ങാൻ കഴിയാതെ നിൽക്കുന്ന ആളുകൾ, ജോലി നഷ്ടപ്പെട്ട ആളുകൾ, കുടുംബം നഷ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ സ്വന്തം ആളുകൾ നഷ്ടപ്പെട്ട, അങ്ങനെ എല്ലാ തരത്തിലും നഷ്ടങ്ങളുടെ കണക്ക് പറയുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഒന്നും വേണ്ട, എല്ലാ കപ്പും വലിച്ചെറിഞ്ഞിട്ട് സങ്കടത്തോടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്രയും വിഷമിച്ച് നിൽക്കുന്ന നിങ്ങളിലേക്ക് വരുന്നത് ഒരു വേൾഡ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ, നിങ്ങൾ സ്വതന്ത്രമാണെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കണം. എന്നെങ്കിലേ നിങ്ങൾക്ക് ഒരു ജീവിതം എന്താണെന്ന് പറയുള്ളൂ, കംപ്ലീഷൻ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് നിരാശ ഉണ്ടായെങ്കിലേ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഈ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ലാത്തതും ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മാത്രമേ നമ്മൾ കോൺസെൻട്രേഷൻ പോവുകയുള്ളൂ. വേറെ പല കാര്യങ്ങൾ നമ്മൾ ചുറ്റുപാട് നടക്കുന്നത് പോലും നമ്മൾ മനസ്സിലാക്കാൻ കഴിയില്ല. ആരെന്താ ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, അതുവരെ അപ്പോൾ എപ്പോഴും ഇത് മാത്രമേ തലയിലുണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റി ചിന്തിക്കാൻ വേണ്ടി കൂടിയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഇത് വേൾഡ് കാർഡിൽ പറയുന്നത് നിങ്ങൾക്ക് വിദേശത്തൊക്കെ സ്റ്റേറ്റ് വിട്ട ജോലിക്കൊക്കെ പോകുന്നവർക്ക് അത് സാധ്യമാകുന്നുണ്ട്. പിന്നെ ജോലി മാത്രം പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് അത് സാധ്യമാകും. പിന്നെ ഫാമിലീൻ്റെ കൂടെ മാറി താമസിക്കാൻ, സന്തോഷമുള്ളൊരു ജീവിതവും പഴയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പുതിയൊരു തീരുമാനത്തിലെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ട്രാവൽ ചെയ്യുന്ന, ടൂറ് പോകുന്നത്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ജോലിക്കുള്ളൊരു മെയിലോ മെസ്സേജോ ഒക്കെ വരുന്നുണ്ട്. എക്സാം എഴുതിയവർക്ക് ഒരു പോസിറ്റീവ് കാർഡ്. എല്ലാ തരത്തിലും ഒരു ഉയർച്ചയാണ് ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതാണ് വേൾഡ് കാർഡ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കമൻറ്റ് ചെയ്തെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് റീഡിങ് ഇടാനും പറ്റുകയുള്ളൂ. അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.